ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബട്ടസ്. ഇന്ന് ചന്തേരി സാരീസാണ് കാണിക്കുന്നത്. ചന്തേരിയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള സാരീസാണ്. അപ്പോൾ സാരിയെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം ഡ്രൈപ്പ് ചെയ്തും കൂടെ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഫസ്റ്റ് സാരി ഇത് തന്നെയാണ്. ഒരു എന്താ പറയുന്ന ഒരു ഗോതമ്പിൻ്റെ പോലെ ഒരു നിറം, ഒരു ലൈറ്റ് യെല്ലോ കളറിൽ ഒരു ഗോൾഡൻ ഒരു ഷൈനിങ് എഫക്റ്റ് ഇതിനുണ്ട്. അത് ചന്തേരി മെറ്റീരിയലിൻ്റെയും കൂടെയാണ് ആ ഷൈനിങ് എഫക്റ്റ്. ആ കളറിലാണ് സാരി വരുന്നത്. ഈ സാരിയുടെ താഴത്തെ പോർഷനിലും മുകളിലത്തെ പോർഷനിലും ബോർഡർ പോർഷനിലായിട്ട് ഇതുപോലെ ഖാഥ സ്റ്റിച്ച് ഇങ്ങനെ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഇടയ്ക്ക് ഇങ്ങനെ വിട്ട് സീക്വൻസ് ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡായിട്ട് സാരിയുടെ ബോഡിയിൽ ഫുള്ള് പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് പല്ലു പോർഷനിലാണ്. പല്ലു പോർഷനിൽ നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു പോർഷൻ കാണിച്ചാൽ ഇത് ഇത്രയും റിച്ച് ആയിട്ടാണ് വർക്ക് പോയിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നല്ല നിറയെ പൂക്കളോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. പാഴ്സി വർക്ക്, ബുള്ളിയൻ വർക്ക് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ സാരിയിൽ വരുന്നുണ്ട്. സാരിയുടെ ലോവർ പോർഷനിലായിട്ട് നമ്മുടെ മുട്ടിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ആ പൂക്കളുടെ ഡിസൈൻ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് ഈ ഭാഗത്തെല്ലാമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെയും താഴെയെല്ലാം പോയിട്ടുണ്ട്. ബാക്ക് സൈഡിലും എല്ലാം പൂക്കളുടെ ഡിസൈനുണ്ട്. ഈ ഒരു ബോർഡർ പോർഷനിലെ എംബ്രോയ്ഡറി വർക്ക് ത്രൂ ഔട്ട് ദ സാരി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലൗസ് പീസിൻ്റെ ഭാഗം ഫുള്ളായിട്ട് ഒരു മീറ്ററിന് മുകളിൽ വരുന്ന ബ്ലൗസ് പീസിൻ്റെ ഭാഗം ഫുള്ളായിട്ട് മടക്കി ആണ് ഡ്രൈപ്പ് ചെയ്തത്. എന്നിട്ട് പോലും ഇത്രയും ന്യായമായ പ്ലീറ്റ്സും കിട്ടുന്നുണ്ട്. ഇത്രയും ലെങ്ത്തിൽ നമുക്ക് മുന്താണി ഇടാനും കിട്ടുന്നുണ്ട്. സാരിയുടെ ബോർഡർ വരുന്ന പോർഷനിലായിട്ട് ചെറുതായിട്ടൊരു ഇങ്ങനെയൊരു എന്താണ് പൈപ്പിംഗ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയിൽ ഓരോ സാരിയിലും ആ പൈപ്പിങ്ങിൻ്റെ കളറ് ഡിഫറെൻ്റാണ്. ഈ സാരിയിൽ ഇപ്പോൾ ഒരു നേവി ബ്ലൂ കളറിലെ പൈപ്പിംഗ് ആണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു നേവി ബ്ലൂ കളറിലെ ബ്ലൗസ് ഇട്ടത് പെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ, ഈ സാരിയിലെ ബ്ലൗസൊന്നുമല്ല. ഇതെൻ്റെ തന്നെ ബ്ലൗസാണ്. ചിലരിങ്ങനെ സംശയം ചോദിക്കും, ആ ബ്ലൗസാണോ സാരിയുടെ ഒപ്പം ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് എൻ്റെ തന്നെ ബ്ലൗസാണ്, സാരിയുടെ ബ്ലൗസല്ല. സാരിയുടെ ബ്ലൗസ് സെയിം കളറിലാണ്, കോൺട്രാസ്റ്റ് ബ്ലൗസ് അല്ല. ഇതേ കളറിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് പോർഷനിലും ഇതുപോലെ ഈ ഒരു ഇങ്ങനെ ഈ വർക്കും ഈ കാഥാ വർക്കും പോലെ സ്ലീവ് പോർഷനിലും കിട്ടുന്ന രീതിയിലാണ് ബ്ലൗസിൻ്റെ ലെങ്ത്തിനൊന്നും ഒരു കുറവുമില്ല. നല്ലപോലെ ലെങ്ത്ത് ബ്ലൗസിനുണ്ട്. സാരി 5.5 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. ലെങ്ത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല സാരിക്ക്. നല്ല രീതിയിൽ ഉടുക്കാൻ, ഞാൻ അത്ര നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ഉടുത്തതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉടുത്ത് വന്നതാണ്. സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്നവരിത് ഉടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. നല്ലപോലെ ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലൊക്കെയാണ്, പറന്നൊന്നും പോകുന്ന ടൈപ്പൊന്നും അല്ല ഇത്. ഇവിടെ താഴെ ഒന്ന് പ്ലീറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചും കൂടെ വെച്ചാൽ നല്ലപോലെ ഒതുങ്ങി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ടൈപ്പാണ്. നല്ലൊരു പാർട്ടി വെയറാണ്. ഉടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വൃത്തിയായിട്ടൊരു ഫംഗ്ഷനൊക്കെ പോകാൻ കൊള്ളാവുന്ന രീതിയിലുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാരിയെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ്. പിന്നെ സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 2250 രൂപ, 2250 റുപ്പീസാണ്. ബാക്കി കളർ ഷെയ്ഡ്സ് കൂടി ഞാൻ കാണിക്കാം. നെക്സ്റ്റ് സാരി ഇങ്ങനെ ഒരു വൈൻ ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡിയിലെ വർക്ക് പോകുന്നത്. ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് പൂക്കളുടെ യെല്ലോ, ഗ്രേ, പിങ്ക് അങ്ങനെ പല കളറിലെ പൂക്കൾ ഇങ്ങനെ പോയിട്ടുണ്ട് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട്. ചില സാരീസിൽ വലിയ പൂക്കളുടെ ഡിസൈനാണ്, ചിലതിൽ ചെറുതായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ ഇൻ ദ പല്ലുവിലെ ഡിസൈനിനനുസരിച്ചായിരിക്കും. പല്ലു പോർഷനിൽ ഇങ്ങനെ 2 രീതിയിലുള്ള വർക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ പൂക്കളുടെ ഡിസൈനും താഴെയായിട്ട് ഖാദ സ്റ്റിച്ചസ് വിത്ത് സ്കാറ്റേർഡ് ഫ്ലവേഴ്സായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഖാദ സ്റ്റിച്ചസ് വിത്ത് സീക്വൻസ് ആണ്. എല്ലാത്തിലും ഇങ്ങനെ ഒരു സീക്വൻസും കൂടെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഗ്ലിറ്ററി എഫക്റ്റ് ഉണ്ട്. സാരിയുടെ മെറ്റീരിയലിന് തന്നെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട്, ചന്തേരി ആയതുകൊണ്ട്. ഇതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പ്ലസ് സ്ലീവ് പോർഷനിൽ ഇതുപോലെ 2 സ്ലീവിലും ഇതുപോലെയാണ് വർക്ക് വരുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലായിട്ട് വരുന്ന വർക്കാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ്, നല്ല രസമുണ്ട് കാണാൻ. പൈപ്പിങ്ങിൻ്റെ കളർ വരുന്നത് ഇതിലും യെല്ലോ കളറാണ് പൈപ്പിങ്ങിൽ വരുന്നത്. ഇങ്ങനെ
ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നൊരു കളറായിരിക്കും എപ്പോഴും പൈപ്പിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് സാരി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. സാരിയുടെ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെയുള്ള ഫ്ലവറിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. സാരിയുടെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയിൽ റിച്ചായിട്ട് പല്ലു പോർഷൻ വരുന്നുണ്ട്. സാരിയുടെ പൈപ്പിംഗ് വരുന്നത് ഒരു യെല്ലോ കളറിലെ പൈപ്പിംഗ് ആണ് വരുന്നത്. ഈ ഗ്രീനിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളറിലാണ് പൈപ്പിംഗ് വരുന്നത്. സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട്. അതിൻ്റെ സ്ലീവ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്ലീവ് എൻഡിലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ സാരിയുടെ ബോർഡർ പോർഷനിൽ ഇതുപോലെ കാഥ സ്റ്റിച്ചസ് വിത്ത് സീക്വൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓവറോൾ സാരി ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള നല്ല ഇരുണ്ട് ഇരിക്കുന്ന ഗ്രീനാണ്. നെക്സ്റ്റ് കളറ് നല്ലൊരു പിങ്കാണ്. ഈ വീഡിയോ കാണുന്നതിന് ഒരല്പം കൂടെ നിറം ഈ പിങ്കിനുണ്ട് കേട്ടോ. ഇത്രയും ലൈറ്റ് അല്ല, കുറച്ചുകൂടെ നിറമുണ്ട് പിങ്കിന്. ഇതിൻ്റെ സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു ഡിസൈനിലാണ് പൂക്കൾ പോകുന്നത്. ബോർഡർ പോർഷനിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഖാദ സ്റ്റിച്ചസ് പോയിട്ടുണ്ട്. ഇതിൻ്റെ പൈപ്പിംഗ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറിലാണ്. ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലാണ് പൈപ്പിംഗ് പോയിട്ടുള്ളത്. ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. എല്ലാം ബാക്കി എല്ലാ സാരീസിനെയും പോലെ തന്നെയാണ്. പല്ലു പോർഷൻ ഇങ്ങനെ ഇത്രയും റിച്ചായിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെ സാരിയുടെ ബ്ലൗസ് പീസിൽ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ബ്ലൗസ് പീസിൻ്റെ ബോഡിയിൽ വേറെ വർക്കൊന്നുമില്ല. ഈ കാഥ സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാഥ സ്റ്റിച്ചസ് മാത്രം ഇങ്ങനെ വരുന്നു വിത്ത് സീക്വൻസ് ആണ്. ഈ ബോഡിയിൽ ത്രൂ ഔട്ട് പോകുന്ന ഈ ബോർഡറിലെ കാഥ സ്റ്റിച്ചസിലെല്ലാം ചെറിയ സീക്വൻസ് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഇല്ല, വിട്ടുവിട്ടാണ്. അതുകൊണ്ട് വലിയ ഭയങ്കര ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വരത്തില്ല. അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിൽ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്കാറ്റേർഡായിട്ട്, ഫുള്ളായിട്ടല്ല സ്കാറ്റേർഡായിട്ട് ഇതുപോലെ ഡിസൈൻ പോയിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ. ഇതിൻ്റെ ഒരു പൈപ്പിംഗ് വരുന്നത് ഇങ്ങനെ ഒരു ഡീപ്പ് മെറൂൺ ഷെയ്ഡിലുള്ളൊരു പൈപ്പിംഗാണ് ഇതിന് പോയിട്ടുള്ളത്. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. പല്ലു പോർഷനിൽ നല്ല രസമുള്ള സൺഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈനിലൊക്കെയാണ് പല്ലു പോർഷൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് പല്ലു പോർഷനിലെ വർക്ക്. താഴെ അതുപോലെ ഖാദ സ്റ്റിച്ച് വിത്ത് സ്കാറ്റേർഡ് ഫ്ലവേഴ്സാണ്. ഇങ്ങനെ പാഴ്സി വർക്ക്, ബുള്ളിയൻ വർക്ക് ഒക്കെ ഈ സാരീസിൽ കാണാൻ പറ്റും. സാരിയുടെ ഓവറോൾ ഇങ്ങനെ വരും സാരി. നല്ല രസമുണ്ട്. പിന്നെ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസിൽ ഇങ്ങനെ ഒരു ബോഡിയിൽ ഇങ്ങനെ സ്ലീവിൻ്റെ പോർഷനിൽ ഇങ്ങനെയായിട്ട് വർക്ക് വരുന്ന രീതിയിലാണ് ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളറ് ഒരു പേസ്റ്റൽ പിങ്ക്, പേസ്റ്റൽ പീച്ച് കളറാണ്. പേസ്റ്റൽ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡിക്കകത്തെ എംബ്രോയ്ഡറി വർക്ക് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് പോകുന്നത്. ഇങ്ങനെ ബോർഡർ പോർഷനിൽ ഇതുപോലെ ആയിരിക്കും ഖാദ സ്റ്റിച്ച്, സീക്വൻസ്, പിന്നെ പൂക്കളുടെ എംബ്രോയ്ഡറി ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. എല്ലാത്തിൻ്റെയും പല്ലു പോർഷൻ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി. ഇതിൻ്റെ പൈപ്പിംഗ് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ കളറിലാണ്. ഇങ്ങനെ ഓക്കെ. കളറ് ഇതൊരു പേസ്റ്റൽ പീച്ച് കളറാണ്. പീച്ചാണ്, വളരെ ലൈറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പീച്ച്. ഈ സാരിക്കും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് ഇത്. ഓക്കെ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ലൈറ്റർ ആയിട്ടുള്ളൊരു പാരറ്റ് ഗ്രീൻ കളറാണ്. ഇതിലിപ്പോൾ പിസ്ത ഗ്രീൻ പോലെ തോന്നുന്നുണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഒരു പിസ്ത ഗ്രീൻ്റെയും പാരറ്റ് ഗ്രീൻ്റെയും ഒക്കെ ഇടയിൽ നിൽക്കുന്നൊരു കളറാണ്. ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളറൊന്നുമില്ല, വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു കളറാണ്. കറക്റ്റ് കളർ ഇതിൽ കിട്ടുന്നില്ല. ഈ കാണുന്ന കളറല്ല, ഇതിന് കുറച്ചുകൂടെ ഒരു പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെയല്ല,
ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. അതിൻ്റെ ഒരു ലൈറ്റർ കളറായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പൈപ്പിങ് പോകുന്നത്. ആ ഒരു കളറിലാണ്, ഒരു പിങ്ക് കളർ, നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറിലാണ് പോകുന്നത്. പിന്നെ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷനിലെ വർക്ക് വരുന്നത്. നല്ല ഒരു കുറച്ചൊരു വ്യത്യാസമുള്ള ഒരു ബേർഡിൻ്റെയൊക്കെ ഡിസൈൻ പല്ലു പോർഷനിലെ വർക്കിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല്ലു പോർഷൻ കുറച്ചുകൂടെ ഒരു രസമുണ്ട്. അങ്ങനെ ഒരു ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട്. പിന്നെ അതേപോലെ കാഥ സ്റ്റിച്ചസ് താഴെ വിത്ത് ഫ്ലവേഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനെ വരും. ഇതിനും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഡിസൈനും സ്ലീവിൻ്റെ പോർഷനിലായിട്ട് ഇങ്ങനെ ഇതും ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ കളർ തോന്നിക്കുന്ന ഒരു സാരിയാണ്. പക്ഷേ ഈ സാരി സൺലൈറ്റിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു പച്ച നിറമാണ് കൂടുതൽ ആയിട്ട് കാണുന്നത്. ഇതിലിപ്പോൾ ലൈറ്റിൽ വരുമ്പോൾ, ക്യാമറയുടെ ലൈറ്റിൽ വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഗ്രീൻ ടോൺ കുറഞ്ഞിട്ട് ഒരു ബ്ലൂ ടോൺ മുന്നിൽ നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. പക്ഷേ സൺലൈറ്റിൽ വരുമ്പോൾ നേരെ തിരിഞ്ഞാണ്, ഒരു പച്ച നിറം, ഒരു ബോട്ടിൽ ഗ്രീൻ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു കളർ പോലെയാണ് കാണുന്നത്. ബാക്കി വേരിയേഷൻസ് ഒന്നുമില്ല. ഡിസൈനിൻ്റെ കാര്യത്തിലെല്ലാം സിമിലറാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ഇതിൻ്റെ പൈപ്പിംഗ് വരുന്നത് ഇങ്ങനെ ഒരു റെഡിഷ് മെറൂൺ കളറിലാണ് ഇതിൻ്റെ പൈപ്പിംഗ് വരുന്നത്. ഓക്കെ, ബ്ലൗസ് പീസ് വരുമ്പോൾ ബ്ലൗസ് പീസിൽ ബോഡിയിൽ ഡിസൈൻ ഒന്നുമില്ല. ഇങ്ങനെ സ്ലീവിൻ്റെ പോർഷനിലുള്ള, ബോഡി പ്ലെയിൻ ആണ്, സ്ലീവിൻ്റെ പോർഷനിലുള്ള ഈ രണ്ട് ഡിസൈൻ മാത്രമേ ബ്ലൗസ് പീസിന് കൊടുത്തിട്ടുള്ളൂ ഈ സാരിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് സാരി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കമൻസൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കണം, ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ കുറേ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.